ഒരു കാലഘട്ടത്തിലെ തലമുറയുടെ അടങ്ങാത്ത ആവേശങ്ങളിലൊന്ന്. ഇന്നും ഇന്ത്യൻ നിരത്തുകളിൽ കളമൊഴിയാതെ നിൽക്കുന്നത് അഡ്മയറിംഗ് ബ്യൂട്ടി ഓൺ വീൽസ് 4 സിലിണ്ടർ ദ ഒറിജിനൽ ഹോട്ട് ഹാച്ച് സെൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സെന്നിനെ പറ്റി കുറച്ച് കൂടുതലായിട്ട് അറിയാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, 1993 മുതൽ 2006 വരെയാണ് ശരിക്കും സെന്നിൻ്റെ പ്രൊഡക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിനുള്ള ഒത്തിരി മോഡൽസ് ശരിക്കും കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തെ മാരുതി സുസുക്കിയുടെ ഒരു തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു ശരിക്കും മാരുതി സുസുക്കി സെന്ന കാർബൺ സ്റ്റീൽ, അതേപോലെ തന്നെ സെൻ ക്ലാസിക്, സെൻ ഡ്യൂലക്സ് എന്ന് പറഞ്ഞ ലിമിറ്റഡ് എഡിഷൻ മോഡൽസിലും വണ്ടി അവൈലബിൾ ആയിരുന്നു. അത് പലർക്കും അറിയാത്തൊരു നഗ്നമായ സത്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സെൻ സ്റ്റീൽ കാർബൺ എക്സ്പോർട്ട് മോഡലാണ്, അതായത് 2 ഡോർ വരുന്ന സെന്നാണ്. അത് വെറും 600 പീസ് മാത്രമാണുള്ളൂ. നിലവിൽ 4 ലക്ഷം രൂപ വരെയും അതിന് ഹയസ്റ്റ് ബിഡിങ് റേറ്റ് വരുന്നുണ്ട്. സെൻ ഡ്യൂലക്സിൽ ചെറിയ സ്റ്റിയറിംഗ് വീല്, ട്രിംസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ക്ലാസിക്കിന് വളരെ ചേഞ്ചാണ്. ഒരു പക്ക ക്ലാസിക് ലുക്ക് തന്നെയാണ് സെൻ ക്ലാസിക്കിന്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഈ ഒരു സ്പെസിഫിക് മോഡൽ സെൻ ജെല്ലി ബീൻ എന്നാണ് അറിയപ്പെടുന്നത്. 2004 പിന്നെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നത്. ഈ 2004 മുന്നേ ആയിട്ടും, അതായത് 2000 മോഡൽ താഴത്തേക്ക് കുറേ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ചെറിയ ഗ്രില്ല് മാറ്റി, അതേപോലെ തന്നെ ബോഡി കളർ, ബമ്പർ അഡോൺ ആയിട്ട് വന്നു എന്നുള്ള കുറച്ച് മാറ്റങ്ങളെന്നല്ലാതെ ശരിക്കും മെയിനായിട്ട് വണ്ടിയുടെ ബോഡിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ 2004 ശേഷം വരുന്നത് സെൻ മൈനർ ആണ്. അതിനുശേഷം എസ്റ്റിലോ വന്നു. എസ്റ്റിലോട് കൂടി ശരിക്കും പറഞ്ഞാൽ സെന്നിൻ്റെ ആ ഒരു കാലഘട്ടം തന്നെ തീർന്നു പോയെന്ന് പറയാൻ പറ്റും. അങ്ങനെ മാരുതി 800 എസ്റ്റീം, അതിനുശേഷം ഇത് നമ്മുടെ സ്വന്തം വണ്ടിയാണ് മാരുതി സുസുക്കി സെൻ. 1997 മോഡൽ, കമ്പനി ഒറിജിനൽ ഗ്രീൻ കളർ, റെയർ ബ്രീഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടാൻ വളരെ പാടാണ്. ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട്. ഇത് 5 സ്പീഡ് മാനുവലാണ്. ഡീസൽ വണ്ടി വരുന്നുണ്ട്, പെട്രോൾ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറിൽ നിലവിൽ ഞാൻ പെട്രോൾ വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടിയാണ് കണ്ടിട്ടുള്ളത്, ഡീസൽ വണ്ടി കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് നിലവിൽ ചെറിയ ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. അതായത് അലോയ് വീൽസ്, അതേപോലെ തന്നെ ചെറിയ ക്ലിയർ ഗ്ലാസ് അപ്ഡേറ്റ്സ്, നമ്പർ പ്ലേസിൻ്റെ ചെറിയ ചേഞ്ച് ചെയ്യും, പിന്നെ ഉള്ളിൽ കുറച്ചധികം മോഡിഫിക്കേഷനൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ വണ്ടി അത്യാവശ്യം ക്ലീൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത്. വണ്ടിയുടെ ചെറിയ കിട്ടിയ സമയത്തുള്ള ഒരു ഫോട്ടോ ഞാനായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ശരിക്കും സെന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. എസ്റ്റീം ഒരു ഡിസംബർ 31 നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അന്ന് തന്നെ നമ്മൾ രാത്രിക്ക് രാത്രി നമ്മുടെ കൈവശം സ്വന്തമാക്കിയ ഒരു മോഡലാണ് ശരിക്കും ഈ സെൻ. ഓക്കെ, ഞാനൊരു കാര്യം പറയും, വണ്ടി ക്ലീൻ അല്ല ഇപ്പോഴും. അതായത് ഒരു 80% വരെയാണ് ഇതിൻ്റെ നിലവിലുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനിയും വർക്ക്സ് ഉണ്ട്. പൈസയാണല്ലോ ഏറ്റവും വലിയ കാര്യം ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാലാണ് ശരിക്കും നമുക്ക് റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്പീഡെക്സിൻ്റെ പ്ലേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 13 ഇഞ്ച് റിമ്മാണ് 2000 മോഡൽ താഴത്തേക്ക് വരുന്ന സെന്നിന് വരുന്നത്. 13 ഇഞ്ച് റിമ്മും ടയറും. പക്ഷേ 2000 മോഡലിലേക്ക് MB-5 വാഹനങ്ങൾക്കും കാർബറേറ്റർ വാഹനങ്ങൾക്കും 12 ഇഞ്ച് റിമ്മും ടയറുമാണ് വരുന്നത്. ഓക്കെ, അതൊരു പുതിയ അറിവായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇത് നമ്മൾ 14 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഉള്ളിൽ നമ്മൾ സീറ്റ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് കീപ്പ് ചെയ്തേക്കുന്നത്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു LED സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ടാക്കോമീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പാർക്കോയുടെ ഒരു ഡിപ്പ് സ്റ്റിയറിംഗ് വീല്, മോമോ ഇറ്റലിയുടെ ഒരു ഗിയർ നോബ്, അതേപോലെ നമ്മൾ സ്പീക്കേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് 4 ഇഞ്ചാണ്. അത് നമ്മൾ 6 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 6 ഇഞ്ച് വൂഫർ ടൈപ്പ് സ്പീക്കേഴ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. പുറകിൽ പൈനിയറിൻ്റെ 6x9 ഓവൽ സ്പീക്കേഴ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. 8 ഇഞ്ചിൻ്റെ ഒരു ഡയൻറ്റിയുടെ സബ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ശരിക്കും മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിലവിൽ കറൻ്റ്ലി ചെയ്തേക്കുന്നത്. കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒത്തിരി വലിയ മോഡിഫിക്കേഷനിലേക്ക് നിലവിൽ പോയിട്ടില്ല, കാരണം കോപ്സ് ഒക്കെ ഇച്ചിരി വിഷയമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സെന്നിൻ്റെ ഒരു കംഫർട്ട്, അതായത് സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സീറ്റ് ഫുള്ളായിട്ട് ഇറക്കിയിട്ടില്ല. ഫുള്ളായിട്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കംഫർട്ടബിളായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് യാത്ര ചെയ്യാനുള്ള അത്രയും സ്പേസ് ശരിക്കും സെന്നിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അന്നേരം പുറകിൽ നമ്മുടെ ഒരു ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ പോകുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ്. സോറി, ലോക്കറാണ്. ഓക്കെ,
ഇപ്പോൾ ഞാൻ അത്രയും പുറകിലേക്ക് ഇറക്കിയിട്ടും ഈ ഒരു ഇത്രയും സ്പേസ് നമുക്ക് റിയറിൽ ഇരിക്കാനായിട്ട് കിട്ടും. ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളൊരു പോരായ്മയാണ്. അത് മാത്രമാണ് ഞാൻ നിലവിൽ ഇതിനകത്ത് ബാക്ക് സീറ്റിലൊരു വിഷയം കണ്ടുള്ളൂ. കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ്, ഒക്കെ സ്റ്റാൻഡേർഡ് സീറ്റ് തന്നെയാണ്. അന്നത്തെ കാലത്ത് കംഫർട്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഡ്രൈവർ സൈഡിലും എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിൽ ബേസിക് ക്ലസ്റ്ററിൽ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നതെന്ന് നോക്കാം. ഡിസംബർ 31 നമ്മൾ വണ്ടി എടുത്തു നിന്ന് ജാൻ 29 ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസം നമ്മൾ 1000 കിലോമീറ്റേഴ്സ് ഈ ഒരു വണ്ടിയിൽ കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള വാർണിങ്സ്, അതായത് ഇവിടെ ബാറ്ററി, ഹാൻഡ് ബ്രേക്ക്, ഓയിലിൻ്റെ ഒരു വാർണിങ്, അതേപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ വാർണിങ്, ദെൻ നമ്മുടെ സ്പീഡോമീറ്റർ വരുന്നുണ്ട്, കിലോമീറ്റർ, ട്രിപ്പ്, അതേപോലെ തന്നെ ഫ്യൂവലിൻ്റെ റീഡിങ്സ്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ വരുന്നുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് AC ഇവൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. AC കൺട്രോൾസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. 97 ഒറിജിനൽ കമ്പനി ഫിറ്റഡ് AC ആണ് വണ്ടി. ഇത് കാർബറേറ്റർ വേരിയൻ്റ് ആണ്. അതായത് 2000-ന് ശേഷമാണ് ശരിക്കും MBFI വണ്ടി വന്നിട്ടുള്ളൂ. 2000-ന് മുന്നേ, അതായത് 2001 തൊട്ടാണ് MBFI വണ്ടി വന്നേക്കുന്നത്. 2000-ന് മുന്നേ ആയിട്ടെല്ലാം കാർബറേറ്റർ വണ്ടി തന്നെയാണ്. 2003 പക്ഷേ സെൻ കാർബറേറ്റർ വണ്ടി അവൈലബിൾ ആണ്. 2000 താഴത്തേക്കുള്ള മാരുതി സുസുക്കി സെൻ എല്ലാം തന്നെ സെൻ MH410 എന്നുള്ള ഒരു യൂണിക് നെയിമിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതും നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ സെന്നിൽ LXi VXi 3 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് LX വളരെ ബേസ് വേരിയൻ്റ് ആണ്, അതിനകത്തൊന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ LXiക്കകത്ത് 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, ബാക്ക് വൈപ്പറും വരുന്നുണ്ട്. അത് ഈ പറയുന്ന സെയിം 2000 താഴത്തേക്കുള്ള കാർബറേറ്റർ വണ്ടിയിലും 2 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ വരും. പവർ സ്റ്റിയറിംഗ് അവൈലബിൾ അല്ല. പക്ഷേ പിന്നെ VXi ഓപ്ഷനിൽ വരുമ്പോൾ ഡീഫോഗർ ഗ്ലാസും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാത്ത ഒരു ഇൻഫർമേഷനും കൂടെ ഞാൻ തരാം. അന്നത്തെ കാലത്ത് ഇലക്ട്രോണിക് കൺട്രോൾഡ് ആയിട്ടുള്ള പവർ സ്റ്റിയറിംഗ് ആണ് ശരിക്കും മാരുതി സുസുക്കി സെന്നിനുള്ളത്. അത് പലർക്കും അറിയില്ല. എല്ലാവരും വിചാരിക്കുന്ന ഹൈഡ്രോളിക് ആണെന്നാണ്. അല്ല, ഇലക്ട്രോണിക് കൺട്രോൾഡ് പവർ സ്റ്റിയറിംഗ് അന്നത്തെ കാലത്ത് സെന്നിനായിട്ട് ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സെന്നിൻ്റെ ഒരു ഡിക്കി സ്പേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിലവിൽ ഡിക്കി സ്പേസ് ഇല്ല, ഇതിൻ്റെ സബ്ബൂഫർ സ്പേസ് ആണ് നിലവിൽ. ഓക്കെ, പാട്ടിനോട് ഇച്ചിരി കമ്പുള്ളതുകൊണ്ട് തന്നെ സബ്ബൂഫർ ഇച്ചിരി ഇടിയൊക്കെ ഇല്ലെങ്കിൽ നമുക്കൊരു മനസ്സിന് സന്തോഷമൊക്കെ ഇല്ല. ഓക്കെ, നിലവിൽ ഇത് പെട്രോൾ ആൻഡ് LPG ഉള്ള വാഹനമാണ്. RC ബുക്കിലൊക്കെ എൻഡോഴ്സ്മെൻ്റ് ഉണ്ട്. നമ്മൾ LPG കമ്പനി ഫിറ്റഡ് വരുന്നില്ല, LPG പുറത്തുനിന്ന് ചെയ്യിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പിനി ടാങ്ക് ആണ് ശരിക്കും, സ്റ്റെപ്പിനി ടാങ്ക് എന്നല്ല, സ്റ്റെപ്പിനി ഇരിക്കുന്ന സ്പേസിലാണ് സ്റ്റെപ്പിനി ടാങ്ക് വന്നേക്കുന്നത്. അതിൻ്റെ ഗ്യാസ് ടാങ്ക് വന്നേക്കുന്നത്. അത് നമ്മൾ സ്റ്റെപ്പിനി ടാങ്ക് എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെയാണ്, ഒതുങ്ങിയിരിക്കും. എന്നിട്ട് ഇത്ര സ്പേസ് നമുക്ക് ബാലൻസ് ഉണ്ടാകും. അതിന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നിലവിൽ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഗ്യാസ് കയറാനുള്ള ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു ആംപ്ലിഫയർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് നമ്മുടെ സബ്ബൂഫർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ജസ്റ്റ് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിക്കി സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ സീറ്റ് അപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് അത്രയും സ്പേസുകൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ സബ്ബൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഊരാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ ഒരു ഫാൻസി നമ്പറാണ്. നമുക്ക് ഇന്നേ വരെ കിട്ടിയിരിക്കുന്ന എല്ലാ വണ്ടിയുടെയും ഫാൻസി നമ്പർ ആയിരുന്നു. ഉദാഹരണം പറയാനാണെങ്കിൽ മാരുതി 800 ആണെങ്കിൽ 06A11117, എസ്റ്റീം ആയിരുന്നെങ്കിൽ 07AD5553, ഇതാണെങ്കിൽ 05F9119. അപ്പോൾ നമ്മുടെ എല്ലാ വണ്ടികളും തന്നെ ഫാൻസി നമ്പറാണ്. അത് ശരിക്കും ലക്കിന് കിട്ടുന്ന കേട്ടോ. നമ്മളങ്ങനെ പോയി ചൂസ് ചെയ്തെടുക്കുന്നതല്ല, ലക്കിന് നമ്മൾ നോക്കുന്ന വണ്ടി അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുവിടുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ നമ്പർ ഇതാണല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി. ഇതിന് പെട്രോളിൽ നിലവിൽ ഏകദേശം ഒരു 10-13 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. ചിലവർക്ക് 15 വരെയും കിട്ടും, നല്ല കാർബറേറ്ററൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ. ഗ്യാസിനും ഏകദേശം ക്ലോസ് 15 തന്നെയാണ് കിട്ടുന്നത്. ഗ്യാസ് എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 65 രൂപയാണ് ഒരു kg ഗ്യാസിനായിട്ട് നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു 110 രൂപ പെട്രോൾ അടിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ക്ലോസ് ടു 2 kg അല്ലെങ്കിൽ 2 ലിറ്റർ ഗ്യാസ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു 100-300 കിലോമീറ്റർ മൂന്നാർ ഒരു ഡ്രൈവൊക്കെ പോയിട്ട് വന്ന വണ്ടിയാണ്. അതും LPGയിൽ പോയിട്ട് വന്ന വണ്ടിയാണ്. ശരിക്കും ഞാൻ എൻ്റെ വണ്ടീനെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യും. എൻ്റെ വണ്ടി മെക്കാനിക്കലെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടീനെ ട്രസ്റ്റ് ചെയ്യുന്നതിന് ഒരു വിഷയമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാനായിട്ടും പറ്റും. ലൈക്ക് ഒരു 100 കിലോമീറ്ററൊക്കെ സ്ട്രെച്ച് പോകുന്നതിന് എനിക്ക് ഇതേവരെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ വണ്ടികൾ ഞാൻ ഇന്നേ വരെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വണ്ടിയും കാർബറേറ്റർ വണ്ടി, MBFI വണ്ടി എല്ലാം പഴയ വാഹനങ്ങളാണ്. അല്ലെങ്കിൽ ഒരു 20 വർഷം മുകളിൽ പഴക്കമുള്ള വണ്ടികളാണ്. ആ വണ്ടികളെല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ ഓടുന്നുള്ളതുകൊണ്ട് ഞാൻ ഇതും അത്ര വിശ്വാസത്തിൽ തന്നെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ വേറെ മടുപ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്കയായിട്ട് പോയിട്ട് വന്നു, പക്ക ഡ്രൈവിംഗ് കംഫർട്ടാണ്. സെന്നിന് പിന്നെ പവർ സ്റ്റിയറിംഗ് ഇല്ലെങ്കിലും ഓക്കെയാണ്. വേറെ വിഷയങ്ങളൊന്നും ഈ 14 ഇഞ്ച് വീലിലും വണ്ടി റണ്ണിങ്ങിലും ഒക്കെയാണ്. നിർത്തിയിട്ട് തിരിക്കുമ്പോൾ ഇച്ചിരി കഷ്ടപ്പാടാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു സെൻ എടുക്കാൻ താല്പര്യമുണ്ടോ?
ദെൻ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സെന്റ് സ്വന്താക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുന്നു തന്നെയാണ് ഞാൻ പറയുള്ളൂ. നാട്ടുകാർ വായടയ്ക്കാനൊന്നും ആർക്കും പറ്റൂല. കാരണം ഇന്നത്തെ കാലത്ത് അവരെയൊക്കെ നോക്കിയിട്ട് വണ്ടി എടുക്കുന്നത് നടക്കുന്ന കാര്യമില്ല. കാരണം എല്ലാവരും നെഗറ്റീവ് പറയും. ഇവൻ വർക്ക്ഷോപ്പുകാർ പോലും നെഗറ്റീവ് പറയും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു വിലയ്ക്ക് നല്ല വണ്ടി കിട്ടുവാണെങ്കിൽ എടുക്കുക, ഓടിച്ചുകൊണ്ട് എടുക്കുക, നാളെ കൊടുക്കുക, അത്രേ ഉള്ളൂ. പഴയ വണ്ടിയല്ലേ, ഇപ്പം മറ്റുള്ളവരെ നോക്കിയിട്ട് നമുക്ക് ജീവിച്ച് തീർത്തിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അത്രയാണ് പറയുന്നുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ മാറ്റി വയ്ക്കരുത്. നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതോർത്ത് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ചാൾ ഓടിക്കുക. ഒത്തിരി അഫെക്ഷൻ അല്ലെങ്കിൽ അതിനകത്ത് ഒത്തിരി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കീപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒത്തിരി പേരുണ്ട്, കീപ്പ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ കൊടുത്ത അടുത്ത വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെൻറ്റാലിറ്റി, അത്രേ ഉള്ളൂ. ഒരു സെൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു പഴയ എസ്ഡീമോ 800 അങ്ങനെയുള്ള ഈവൻ ബലേനോ അങ്ങനെയുള്ള ഏത് വണ്ടി എടുക്കാൻ നടക്കുന്ന ആൾക്കാർക്കും മെൻറ്റാലിറ്റിയാണ് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ താല്പര്യം എന്താണോ അത് ചെയ്യുക, മറ്റുള്ളവരെ നോക്കാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാം നടക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. നല്ലൊരു മെക്കാനിക്കിനെ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ടാക്കുക എന്നൊക്കെയുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം. സ്പെയർ പാർട്സിനും അതേപോലെ തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും. അപ്പോൾ അത്രയും കാര്യങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാം. സ്പെയർ പാർട്സിന് അവൈലബിലിറ്റി ഒക്കെ ഉണ്ട്. നിങ്ങൾ അതോർത്ത് എന്തായാലും എടുക്കാതിരിക്കണം. സ്പെയർ പാർട്സ് ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യും. കാരണം എസ്റ്റീം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാനത് പറയണേ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം സ്പെയർ പാർട്സ് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയാണ് ബേസിക്കായിട്ട് ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഒരു വീഡിയോ ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിൻ്റെ മോഡിഫിക്കേഷൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇനി നമുക്കൊരു അടിപൊളി സെന്നൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോസ് ചെയ്യാം. ഇനി എന്തായാലും നിങ്ങൾ കുറച്ച് ക്ലാസിക് അല്ലെങ്കിൽ വിൻറ്റേജ് കാഴ്സിൻ്റെ ഒക്കെ വീഡിയോ പ്രതീക്ഷിക്കാം. ഞാൻ അവൈലബിൾ ആയി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഒരു സെന്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് MBFI. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ബൈ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ കുറച്ചൊരു ഐഡിയ കിട്ടാൻ അത് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.